മാപ്പിളപ്പാട്ട് മേഖലയിൽ പ്രതിഭ തെളിയിച്ച നിരവധി വനിതകളുണ്ട്. എന്നാൽ മാപ്പിളപ്പാട്ടിന് സംഗീതാവിഷ്കാരം നൽകുന്ന വനിതകളുടെ എണ്ണം തുലം കുറവാണെന്ന് പറയാം. ഇതിനെ തിരുത്തിക്കുറിക്കുകയാണ് പ്രവാസ ലോകത്തെ ഒരു വനിത. മുക്കം സാജിദ പുറത്തിറക്കിയ ഒരുപക്ഷെ ആദ്യമായി ഒരു വനിത സംഗീതാവിഷ്കാരം നിർവഹിച്ച മാപ്പിളപ്പാട്ട് ആൽബത്തിലൂടെ സുബഹിക്ക് മീനാരത്തെ വലം വെച്ച് പറക്കുന്ന തിക്കർ പാടിക്കിളിയേ നീ നില്ല, നീലമേല പിട്ടൊരാകാശത്തിൻ്റെ അപ്പുറത്തെ സുബർക്കത്തിൻ്റെ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. ഞാൻ മുക്കം സാജിദ. എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ പാടിയ പാട്ടാണിത്. ഈ പേരിൽ തന്നെ ഒരു മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു വനിത മാപ്പിളപ്പാട്ടിൽ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു മ്യൂസിക്കൽ ആൽബമാണ് ദിക്ർ പാടിക്കിളി. അത് നിർവഹിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. മൈലാഞ്ചി മഞ്ചുള്ള കൈമുട്ടി പാടാലോ, മോഹങ്ങൾ ചോടാലോ മംഗമാരേ. മൈലാഞ്ചി മഞ്ചുള്ള കൈമുട്ടി പാടാലോ. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ വിന്നറാണ് ഹംദയുടെ വാപ്പ നൗഷാദക്കയുടെ ഫ്രണ്ടാണ് വക്കർ റാഫി. അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനും ഹംദയും കൂടെ ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്യണമെന്ന് അദ്ദേഹം ഹംദയുടെ ഉപ്പയുടെ അടുത്ത് പറയുകയും മാപ്പിളപ്പാട്ട് രംഗത്ത് പ്രധാനപ്പെട്ട 2 കവികളാണ് ഇതിലെ രചന നിർവഹിച്ചിട്ടുള്ളത്. ബാപ്പു വെള്ളിപ്പറമ്പും OM കരുവാരക്കുണ്ടും, പിന്നെ ഹംദയുടെ ഉപ്പയുടെ ഫ്രണ്ട്സായിട്ടുള്ള സുബൈർ എന്ന് പറഞ്ഞ ഒരാൾ. അബുദാബിയിലെ നല്ലവരായ ഗായകരെ ഉൾപ്പെടുത്തി സാജിദത്തയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ രൂപപ്പെടുത്തിയ ഒരു മ്യൂസിക് ബാൻഡാണ് അറേബ്യൻ സ്റ്റാർ. അത് ഞങ്ങൾ ഇവിടെ തുടങ്ങിയത് മുതൽ തന്നെ 2 ഷോ ഞങ്ങൾ അബുദാബിയിൽ ചെയ്തു. നല്ല വിജയമായിരുന്നു. രണ്ടാമത് പാടുമ്പോൾ മധുര പെരുന്നാളിൽ പുതുമയിലാടുമ്പം, മധുര പെരുന്നാളിൽ പുതുമയിലാടുമ്പം. ഞങ്ങളുടെ ഈ മ്യൂസിക് ബാൻഡിന് വക്കം റാഫി ഒരു അവസരം നൽകി ഒരു ആൽബം നിർമ്മിക്കാൻ വേണ്ടി. ആ ആൽബത്തിന് സാജിദത്ത ആദ്യം പാടിയ കിളിയെ ദിക്ർബാടി കിളിയെ എന്ന പാട്ടിൻ്റെ ഒരു നാമം തന്നെ ദിക്ർബാടി കിളി എന്ന നാമം നൽകി ആ കാസറ്റ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ പ്രോഗ്രാമിൽ വെച്ച് ഞങ്ങളത് ലോഞ്ചിങ് നടത്തി. നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 30 നാളുകൾ അന്നം വെടിഞ്ഞ് മുന്തും മുറാദി സ്തുതികൾ മൊഴിഞ്ഞ്, 30 നാളുകൾ അന്നം വെടിഞ്ഞ് മുന്തും മുറാദി സ്തുതികൾ മൊഴിഞ്ഞ്, റഹമത്തിൻ പത്തും റാഹത്തിൻ പത്തും, റഹമത്തിൻ പത്തും റാഹത്തിൻ പത്തും, മോചനത്തിൻ പത്തും കൊണ്ടാടിയിലേ നമ്മൾ. മന്നാന്റെ റയ്യാൻ കിനാ കണ്ടിലേ, മന്നാന്റെ റയ്യാൻ കിനാ കണ്ടിലേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ റാഫി മഞ്ചേരി. ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് അബുദാബിയിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ്. ഈ ആൽബത്തിൽ മാനത്തി മുഞ്ചത്തി തുടങ്ങുന്ന ഒരു ഗാനമാണ് ഞാൻ ഇതിൽ ആലപിച്ചിട്ടുള്ളത്. ചുറ്റി തോളത്ത് പട്ടുറുമാലൊന്ന് ചുറ്റി, തത്ത കിളി ചേലിൽ തക്ബീർ ചൊല്ലി, തത്ത കിളി ചേലിൽ തക്ബീർ ചൊല്ലി,
മാനത്ത് മുഞ്ചത്തി അമ്പിളി വന്ന് മാലോകർക്കാകെ പെരുന്നാള് തന്ന്. ഞാൻ ഷമീർ വളാഞ്ചേരി. ഞാൻ അബുദാബിയിലെ മുസഫയിലെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലത്തെ ഈ ഒരു ആൽബത്തിൽ എനിക്കും 2-3 പാട്ട് പാടാൻ പറ്റി. മേടയും മാടവും ഓടി നടന്ന് പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആൽബത്തിൽ എനിക്ക് പാടാൻ പറ്റുന്നത്. വളരെ സന്തോഷം. ഓടി നടന്ന് മുല്ലപ്പൂവത്തറ് പൂശുന്നു തെന്നൽ മൈലാഞ്ചി കൈകളാ. ഞാൻ റാഫി പരിജനം. ഞാൻ 14 വർഷമായിട്ട് UAE ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ഈ ആൽബത്തിൽ ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഈ ആൽബത്തിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് സലീലും അദ്ദേഹത്തിൻ്റെ അനിയൻ അക്ബറുമാണ്. ഞാൻ സലീൽ, സാജിദയുടെ ഹസ്ബൻഡാണ്. സംഗീതരംഗത്ത് സ്ത്രീകൾ കൂടുതലും സംഗീത സംവിധായകത്തിനു വേണ്ടി ഇറങ്ങാറില്ല. ഇനിയും കൂടുതൽ ആൾക്കാർ സ്ത്രീകൾ കൂടുതൽ ഈ സംഗീത രംഗത്തേക്ക് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞങ്ങളുടെ ഈ മ്യൂസിക് ബാൻഡിന് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ളത് നമ്മുടെ ഒയാസിസ് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. അതിൻ്റെ കോർഡിനേറ്റർമാരായ ഞങ്ങളുടെ നൗഷാദ്, ഞാൻ, റഫീഖ് കാക്കടവ്, നിസാർ കല്ല, പിന്നെ ഒരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് അസീസ് കാസർഗോഡ്. ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് ശ്യാം ദാമോദരൻ. എൻ്റെ അച്ഛൻ മംഗള ദാമോദരൻ. അച്ഛൻ്റെ കുറേ കാസറ്റിൽ പാടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അച്ഛനൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, കളഭമഴ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടൊരു 5-6 വർഷമായിട്ട് അബുദാബിയിലാണ്. ഇപ്പോൾ സ്ട്രിങ്സ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ആൽബത്തിൽ ഒരു 2 പാട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു ഡുയറ്റും ഒരു സോളോ. ചേറ്റുവയിലുള്ള നൗഫൽ എന്ന് പറഞ്ഞ ഒരാൾ ചേറ്റുവ പരീക്കുട്ടിയുടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പാട്ട് ചേറ്റുവ പരീക്കുട്ടിയുടെ ട്രഡീഷണൽ സോങ്ങുകളാണ്. അതിൽ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ ഗുരു VM കുട്ടി മാഷിൻ്റെ ട്രൂപ്പിലുള്ള സമയത്ത് പാടിയിട്ടുണ്ട്. അപ്പോൾ മാഷെടുത്ത് അയാൾ സമീപിച്ചപ്പം അയാൾ പറഞ്ഞു, മാഷ് പറഞ്ഞു പിന്നെ സാജിദയുടെ അടുത്തുണ്ട്, സാജിദ പാടിയിട്ടുണ്ട് ചേറ്റുവ പരീക്കുട്ടിയുടെ പാട്ട്. അപ്പോൾ അതിലൊരു പാട്ട് ഓൾറെഡി ഞാൻ റെക്കോർഡിൽ പാടിയത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെക്കോർഡില്ലാത്തത് കാരണം അതൊന്ന് റെക്കോർഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ 2 പാട്ടും കൂടെ അയാൾക്ക് ഈ ഡോക്യുമെൻ്ററിയിലേക്ക് വേണം. അപ്പം എന്നോട് ചോദിച്ചു, 2 പാട്ടും കൂടെ വേണം. അപ്പോൾ ട്രഡീഷണലായിട്ടൊരു സോങ് അതിലുണ്ട്. അപ്പോൾ അതൊരു സാഡ് മോഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൽ 2 പാട്ട് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത്താക്കൊന്ന് ചെയ്തുകൂടെ. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു, ഒന്ന് ചെയ്ത് നോക്ക് വെറുതെ. അങ്ങനെ ഞാനിരുന്നിട്ട് അത് 2ഉം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഓർക്കസ്ട്രേഷനും ഒക്കെ നന്നായി, പാട്ടും നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ CD-യിലേക്ക് ഒരു 9 പാട്ട് ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ചിങ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ചെയ്ത CD. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.